കേശു എന്താ അമ്മമ്മ വേണ്ട പോയിട്ടാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രാവിലെ നടക്കാൻ പോകാറുണ്ട്. അപ്പം ഞാനും ഏട്ടനും രാവിലത്തെ നടത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടിയിടത് വേറെ ഒന്നും കൊണ്ടല്ല, രാവിലെ നല്ല മഞ്ഞ. അതും രാവിലെ എണീറ്റാലും ഉടനെ എനിക്ക് ഒരു പ്രശ്നമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തുമ്മലും ജലദോഷം. അത് സ്ഥിരമുള്ളതാട്ടോ, അലർജീൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ മഞ്ഞുകാലത്ത് പ്രത്യേകിച്ച് എന്തായാലും നമുക്ക് കുറച്ച് മഞ്ഞ് കൊണ്ട് നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയ ശേഷം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സാമ്പാറും, അടിപൊളി എന്ന് ഞാൻ പറയുന്നു, അതുപോലെ തന്നെ നല്ല നാടൻ നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നെയ്പ്പത്തലിൻ്റെ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ എൻ്റെ റൂട്ടീനെല്ലാം കഴിഞ്ഞ് പത്തലിന് വേണ്ടുന്ന മാവെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കണം. അപ്പോൾ ഇവിടെ നെയ്പ്പത്തൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം നല്ലോണം കഴിക്കും. അപ്പം കാശിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാനത് നല്ലോണം കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നെയ്പ്പത്തലിന് ഞാൻ അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ അരി കുതിർത്ത് പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെയ്പ്പത്തൽ ചൂടാം. അപ്പോൾ ഞാനതാ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച്, നല്ല കുഴിയുള്ള ചീനച്ചട്ടിയാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനതാ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് പരത്തി നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഇതിപ്പോൾ ഞാനൊരു ഒരു കവർ എടുത്തിട്ടുണ്ട്. ആ കവറിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ഇതുപോലെ ബോൾസാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പരത്തി എടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ആ മാവിന് അതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരൂ. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുവാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളും പരിപ്പൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് സാമ്പാറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ സാമ്പാർ ഞാൻ വറുത്തരച്ച് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക് വറുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മുളക്, മഞ്ഞൾ, മല്ലി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, സാമ്പാർ പൊടി ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റി നമ്മുടെ വേവിച്ച് വെച്ച കഷ്ണങ്ങളും പരിപ്പെല്ലാം അതിൻ്റെ അകത്തിട്ട് പുളിയും പിഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി. സാമ്പാർ പൊടിയും കുറച്ച് മല്ലിയില ഇട്ടാൽ. അപ്പോൾ ഇത് ഞാനിപ്പം വെറൈറ്റി നമ്മുടെ എന്താ പറയുക, കുറച്ച് മാവ് എടുത്തിട്ട് ഇലയിൽ കൂടി പരത്തിയിട്ട് ആവിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടൻ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മുടെ കൊഴുക്കട്ട. അപ്പം ഞാൻ ആ ഒരു ഒറ്റ ബാറ്റർ അല്ലെങ്കിൽ ഒറ്റ മാവ് കൊണ്ട് ഞാൻ വെറൈറ്റി ആയിട്ട് 3 ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പത്തലുണ്ടാക്കി, പിന്നെ നമ്മുടെ ഇലയിൽ പരത്തി ഇലയുടെ പോലെ ഉണ്ടാക്കി. അപ്പോൾ രാവിലെ എണീറ്റ് കേശു ഇങ്ങനെ ഉറങ്ങി എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു വ്യൂ ആണ്. അപ്പം ഞാൻ രാവിലെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് നല്ല എൻ്റെ ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കാമല്ലോ. ഞാനിത് ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്, നമ്മുടെ നഴ്സറി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ വാങ്ങിയ ചെടികളാണ്. അപ്പം ഞാനിതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി നടണം. അപ്പോൾ ഇതാ ചെടികളെല്ലാം നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു മഞ്ഞുതുള്ളിയെല്ലാം വീണേ. ഏത് ടെഡി ബിയറിൻ്റെ പാട്ടാ പാടാൻ പറഞ്ഞേ? പറഞ്ഞിനി. Ada
ഇന്ന് രാവിലെ എന്നാന്നറിയാം അമ്മ ഉണ്ടാക്കിന് ഇത് മോന് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഉണ്ടാക്കി. എന്താണ് രാവിലെ നല്ല വെയിലുണ്ട്, ചെറിയ വെയിൽ വരുന്ന് തുടങ്ങി ഗൈസ്. അപ്പോൾ ബാക്ക് സൗണ്ടിൽ കേൾക്കുന്ന ശബ്ദം ഏട്ടൻ്റെ ആണ്. അപ്പോൾ കാശി രാവിലെ എഴുതാനിരുന്നിട്ടുണ്ട് പത്രവാർത്തയും ഡയറിയെല്ലാം. അപ്പോൾ അവനെ കുറച്ചൊന്ന് ഉപദേശിക്കാലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ അച്ഛനും മോനും തമ്മിലുള്ള സംസാരമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് ഒരാൾ ഇരുന്ന് എഴുതുന്നുണ്ട്, ഒരാൾ പത്രവാർത്ത എഴുതുകയാണ് ഗായ്സ്. പത്രവാർത്തേൻ്റെ അപ്പുറം ഒരു സാധനം കൂടി ഉണ്ടല്ലടാ. ഇതെന്നാടാ സാധനം? പത്തല കഴിഞ്ഞ അടുത്ത ആള് വന്നു. പറ എന്തെങ്കിലും. ഗുഡ് മോർണിംഗ് ഗൈസ് പറ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചിട്ട് എഴുതുകയാണ് പത്രവാർത്ത. ഒരുത്തണി പണിക്കതേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ പത്രവാർത്ത എഴുതുന്നുണ്ട്, ഒരാൾ എണീറ്റിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു റൂട്ടീനാണ് നമ്മളെ പക്ഷി കുട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ. എന്തോ നോക്കട്ടെ. തീറ്റ കുറവാണ്. ബഹളമായ തന്നെ തീറ്റയില്ല, സംഭവം എല്ലാം തീർത്തിനി. നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കാം. പോവാ, എവിടെയൊക്കെ പോന്ന്? അപ്പൊ കേശു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടാ. കേശുവിന് ചെറിയൊരു തണുപ്പ് മീൻസ് കോൾഡ്. അങ്ങനെയാ വരൂ. കിട്ടിയാ? കിട്ടുന്നുണ്ടാ? വരുന്നുണ്ട്. ക്യാമറമാൻ കേശുവാണ് ഗൈസ്. ഈ തീറ്റ കാണിക്കും. കൈകൊണ്ട് വാരിയിടണ്ട. അങ്ങനെ ഇട്. മറിക്കല്ലേ. തൊടണ്ട. കൊണ്ട ഗൈസ്. ഞാനിതിവിടെ മോൻ എത്തൂലടാ. ആടക്ക അമ്മ വെക്കട്ടെ. ഗൈസ് ഇവിടെ ഒരു കുഞ്ഞു പക്ഷി കൊമ്പത്ത് കയറി ഗൈസ്. ഡോറടക്ക്, ഡോറ് പൂട്ടി. പൂട്ടിയാ? ഓക്കെ. അപ്പൊ നമ്മൾ തീറ്റ കൊടുത്തില്ലേ? പൂട്ടിയല്ലേ, ഇവര് പാറിപ്പോവടാ. പാറിപ്പോവും. കഴിയിറങ്ങ, അമ്മ പൂട്ടട്ടെ. അപ്പൊ നമ്മൾ തീറ്റ കൊടുത്തു അല്ലേ ചേട്ടാ? നമുക്കിനി അപ്പോൾ ഇത് 2 ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. അപ്പം ഞാനിതെല്ലാം മാറ്റി നട്ടിരുന്ന ചെടികളാണ്. അപ്പോൾ എല്ലാം പോയി, കുറേയെല്ലാം ചീഞ്ഞിട്ടെല്ലാം പോയി. ഇനിയിപ്പോൾ ഇതാ ഈ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ട്. ഇത് വേറൊന്നുമല്ല, എൻ്റെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കേശു എത്തിയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നതാണ് കേട്ടോ, ഒരു വീട്ടിലേക്ക്.
അപ്പോൾ അവിടെ ഒരു ആൾക്ക് പിന്നെ സുഖമില്ലാണ്ട് കുറച്ച് കിടപ്പിലാണ്. അപ്പോൾ അതൊന്ന് അവരെ ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 3 ആളും കൂടി ഒന്ന് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കേശുവും സ്കൂളിലേക്ക് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, വീഡിയോസ് കാണണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് കാര്യമില്ലല്ലോ, വീഡിയോ കണ്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്